ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് കാരക്കോം ഡെസേർട്ടാണ്. ടർക്ക്മെനിസ്ഥാനിലെ ആഷ്ഗബാദ് എന്ന സ്ഥലത്ത് ബ്ലാക്ക് സാൻഡ് ഡെസേർട്ട് എന്നാണ് ഇതിൻ്റെ വേറൊരു പേര്. ഇവിടുന്ന് നമ്മളിപ്പോൾ പോകുന്നത് വളരെ പ്രസിദ്ധമായ ഡർവാസ ക്രേറ്റ് കാണുന്നതിനായിട്ടാണ്. ഈ ഡർവാസ ക്രേറ്റിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ പണ്ട് റഷ്യയുടെ കീഴിലായിരുന്ന ടർക്ക്മെനിസ്ഥാൻ. അപ്പോൾ 1971 റഷ്യൻ എൻജിനീയേഴ്സ് നാച്ചുറൽ ഓയിൽ കണ്ടുപിടിക്കാനായിട്ട് അവർ കുഴിച്ചതാണ്. പക്ഷെ അവർ കുഴിച്ചത് ഒരു കേവിൻ്റെ മേലെയായിരുന്നു. അത് അങ്ങനെ തന്നെ കൊളാപ്സ് ചെയ്തു. അപ്പോൾ നാച്ചുറൽ ഗ്യാസിൻ്റെ സ്മെല്ല് വന്നപ്പോൾ അവർ വിചാരിച്ചു അത് കത്തിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ് കഴിയുന്നു. 1971 അവരിത് കത്തിച്ചത്. പക്ഷെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വളരെ അപൂർവമായൊരു കാഴ്ചയാണ്. ഈ വലിയൊരു ഡെസേർട്ടിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു ഇതിഹാസം എന്ന് തന്നെ പറയാം. പക്ഷേ ഇത് ടർക്ക്മെനിസ്ഥാൻ ഗവൺമെൻറ് അടുത്ത് തന്നെ അത് ക്ലോസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും കാണാൻ പോകാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ വേഗം പോവുകയാണ് നല്ലത്. കാരണം ഇത് എൻവയോൺമെൻ്റലി വളരെയധികം പ്രശ്നങ്ങളും പിന്നെ അവിടെയുള്ള ഏരിയയിലുള്ള ആൾക്കാർക്കും ഹെൽത്തും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഗ്യാസ് എപ്പോഴും. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തുള്ള ഒരു യൂത്ത് ക്യാമ്പിൽ നമ്മൾ പോയി. അവിടെ വേണമെങ്കിൽ നമുക്ക് താമസിക്കാം. പക്ഷെ നമ്മൾ താമസിക്കാനുള്ള ഓപ്ഷൻ എടുത്തില്ല. കാരണം വാഷ്റൂമുകളെല്ലാം ബാത്റൂം കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അത് വേണ്ടാന്ന് വിചാരിച്ചു നമ്മൾ തിരിച്ച് ആഷ്ഗബാദിൽ തന്നെ പോയി. അവിടുന്ന് ഏകദേശം 4 മണിക്കൂറോളം ഡ്രൈവ് ചെയ്യണം. തിരിച്ചു പോകുമ്പോൾ ഏകദേശം 5 മണിക്കൂറാവും. രാത്രിയാകുമ്പം ഈ ക്യാമൽ ക്രോസിംഗ് ഒക്കെ ഉണ്ടായിരിക്കും ഡെസേർട്ട് ആയതുകൊണ്ട്. അതുകൊണ്ട് കുറച്ച് പതുക്കെ പോകാൻ പറ്റുള്ളൂ. ഇതാണ് അവിടുത്തെ ഈ സെൻട്രൽ ഏഷ്യയിൽ പൊതുവെ കാണുന്ന ഒന്നാണ് ഈ യൂത്ത് ക്യാമ്പുകൾ. ഇതിങ്ങനെ അവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ആൾക്കാർ താമസിക്കുന്ന, പണ്ട് ഇതിലായിരുന്നു ആൾക്കാർ താമസിച്ചിരുന്നെന്നാണ് പറയുന്നത്. നല്ല സൗകര്യമുണ്ട്, ബെഡും എല്ലാമായിട്ട്. ബാത്റൂം മാത്രമാണ് ഒരു പ്രശ്നമുള്ളത്, കോമൺ ബാത്റൂമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് അവിടെ തന്നെ നല്ലൊരു ഡിന്നറും തന്നു. എല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള ബാർബക്യൂഡ് ലാമ്പ്, ചിക്കൻ എല്ലാം അവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ലോക്കലായിട്ടുള്ളതാണ്, ഫ്രൂട്ട്സും വെജിറ്റബിളും. അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ തിരിച്ചു പോന്നു. ഇത് ടർക്ക്മെനിസ്ഥാനിലെ ആഷ്ഗബാദ് എന്ന സ്ഥലത്താണ് ഡർവാസ ക്രേറ്റ്. ഇത് വളരെ നല്ലൊരു കാഴ്ചയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.